ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോയാലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് സൈബർ അറ്റാക്സിന്റെ ടൈപ്സ് അല്ലെങ്കിൽ ഏതൊക്കെ സൈബർ അറ്റാക്സ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളൂ അതാ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് പാസ്വേഡ് അറ്റാക്ക് ആണ്. പാസ്വേഡ് അറ്റാക്ക് ഒന്നുമില്ല, ഇവിടെ എഴുതി വെച്ചേക്കുന്ന അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് Astra123 ഇതാണ് പാസ്വേഡ്. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഒരുപാട് പാസ്വേഡ്സിൻ്റെ ഡേറ്റ ഉണ്ടായിരിക്കും. റിപ്പീറ്റഡ്ലി ആളുകൾ യൂസ് ചെയ്യുന്ന പാസ്വേഡ്സ്, അല്ലെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ ഇവർ കളക്ട് ചെയ്തേക്കുന്നത്. ഇവർ പല സിസ്റ്റം വെച്ചിട്ട് പല ബോർഡ്സ് കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഫൈൽ യൂസർ നെയിമിലേക്ക് എന്ത് ചെയ്യും, ഓരോ പാസ്വേഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഓരോ പാസ്വേഡ് ഇങ്ങനെ എൻ്റർ ചെയ്യുമല്ല, ഓട്ടോമാറ്റിക്കലി കോഡ് കാര്യങ്ങൾ റൺ ചെയ്യും. സോ ഓരോ പാസ്വേഡ് ഇങ്ങനെ വന്നു പൊക്കോണ്ടിരിക്കും. 1 2 3 4 അങ്ങനെ പല പല പാസ്വേഡ് വരും. അപ്പോൾ ഇതിനിടയിൽ ഇവരുടെ കയ്യിൽ ഒരു 10,000 പാസ്വേഡ് ഉണ്ട്. ഇതിനുള്ളിൽ നമ്മളെ പാസ്വേഡ് ആയിട്ടുള്ള ഈ ഒരു Astra123 ഉണ്ട് എന്ന് കരുതിക്കും. അവരുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു 1999 ആയപ്പോഴത്തേക്കും അതാണ് സെയിം പാസ്വേഡാണ്. അപ്പോൾ ഇവിടെ റൺ ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലുള്ള പാസ്വേഡാണ് നമ്മളെ പാസ്വേഡ് എങ്കിൽ മാച്ച് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പാസ്വേഡ് അവർക്ക് ഓപ്പൺ ആവും, നമ്മളെ അക്കൗണ്ട് ഓപ്പൺ ആവും. മനസ്സിലായോ? അപ്പം ഇതേപോലത്തെ കോമൺലി യൂസ് ചെയ്യുന്ന പാസ്വേഡ്സിൽ ഈ പ്രശ്നം വരാം. അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇതല്ല, അതേ ഒരു പാസ്വേഡ് കണ്ടില്ലേ, ജസ്റ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ആസ്ട്രയുടെ ഒരു കാര്യത്തിന് Astra123 ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതേപോലെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ആളുകൾ യൂസ് ചെയ്യുന്ന കുറേ പാസ്വേഡ്സ് ഉണ്ട്. അങ്ങനത്തെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഈ രീതിക്ക് അവർ അറ്റാക്ക് ചെയ്താൽ സിമ്പിളായിട്ട് നമ്മുടെ ഡിവൈസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റയിലേക്ക് ആക്സസ് കാര്യങ്ങൾ കിട്ടും. ഇതിനാണ് എന്ത് പറയുന്നത്, പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? തൗസൻഡ്സ് ഓഫ് പാസ്വേഡ് വെച്ച് ഇവർ ട്രൈ ചെയ്യും. ഓട്ടോമേറ്റഡ് പ്രോഗ്രാംസ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ഈ കോമ്പിനേഷൻ എന്ത് ചെയ്യും, എന്തെങ്കിലും കോമ്പിനേഷൻ സെറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ആക്സസ് കിട്ടും, അൺഓതറൈസ്ഡ് ആക്സസ് കാര്യങ്ങൾ കിട്ടും. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്, നമ്മളെ പാസ്വേഡ് വീക്ക് ആയാൽ അല്ലെങ്കിൽ കോമൺ ആയാൽ അല്ലെങ്കിൽ റീയൂസ് ആയാൽ എന്താണ്, ഇവർക്കിത് സിമ്പിൾ ആകും. ഈ അറ്റാക്കേഴ്സിന് ഈ കാര്യങ്ങൾ സിമ്പിളി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ Astra123 അത് ആലോചിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങളെ പേര് വെച്ച് 123 എന്ന് പാസ്വേഡ് ഇട്ടു, നിങ്ങളെ യൂസർ നെയിമും ആ പേര് തന്നെയാണ്, ജസ്റ്റ് പ്രഡിക്റ്റ് ചെയ്തുകൂടെ, പെട്ടെന്ന് ചെയ്തുകൂടെ. അപ്പോൾ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നതിനാണ് എന്ത്, പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിനാണ് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഒക്കെ ഉള്ളത്. ഇതും നമ്മൾ എന്തിൽ പഠിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആക്കാത്തത് നമ്മൾ ഡിഫൻസസ് പഠിക്കുന്നുണ്ട്. ആ ടൈമിൽ ഇതെല്ലാമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡ്യൂപ്ലിക്കേഷൻ വരും, നമുക്ക് ആ ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിൻ്റെ നോട്ട്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് അറ്റാക്കാണ് മാൽവെയർ എന്ന് പറയുന്നത്. മാൽവെയർ കേട്ടാൽ നിങ്ങൾ ഈ ഒരു വേർഡ് എപ്പോഴും ഓർത്ത് വെച്ചോ, മലീഷ്യസ് സോഫ്റ്റ്വെയർ. ഒന്നുമില്ല, സിമ്പിളാണ്. ഇവരെന്താണെന്ന് വെച്ചാൽ ഇവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്താണ്, നമ്മളെ സിസ്റ്റത്തിനെ ഡിഫക്റ്റീവ് അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാം ചെയ്യുക അല്ലെങ്കിൽ ആക്സസ് നടത്താൻ വേണ്ടിയിട്ട് ഇവർ കോഡ് റൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ കോഡ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മളെ സിസ്റ്റത്തിനകത്തേക്ക് എന്ത് ചെയ്യും, ഇൻപുട്ട് ചെയ്യും, നമ്മളെ ഡിവൈസിലേക്ക് ഇൻപുട്ട് ചെയ്യും. സോ ഈ കോഡ് നമ്മളെ ഡിവൈസിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്കത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിളി അവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ കോഡ് ഓട്ടോമാറ്റിക്കലി റൺ ആവും, നമ്മളെ ഡേറ്റാസ് കാര്യങ്ങൾ എടുക്കാം, അവർക്ക് അതിലേക്ക് ആക്സസ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഈ രീതിയിലുള്ള അറ്റാക്കിനെയാണ് എന്ത് പറയുന്നത്, മാൽവെയർ എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, മലീഷ്യസ് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തിന്, നമ്മളെ സിസ്റ്റം ഹാം ചെയ്യാനാ അല്ലെങ്കിൽ ഡേറ്റാസ് സ്റ്റീൽ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി ഇത് തന്നെ നമുക്ക് പല രീതിയിലേക്ക് പറയാം. സ്പൈവെയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതേപോലൊരു കോഡ് സെറ്റ് ചെയ്ത് നമ്മുടെ ഡിവൈസിൽ വെക്കും. ഇവർ വന്ന് നമ്മളെ ഇത് ചെയ്യുമല്ല ചെയ്യുന്നത്, നമ്മൾ അറ്റാക്ക് ചെയ്യുവാണോ എന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്യുവാണ്. പക്ഷെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർ നമ്മളെ പാസ്വേഡ്സ് സ്റ്റീൽ ചെയ്യും, നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസ് സ്റ്റീൽ ചെയ്യും, നമ്മളെ ഡേറ്റാസ് കാര്യങ്ങൾ അടിച്ചുകൊണ്ട് പോകും. അല്ലാതെ നമ്മളെ സിസ്റ്റത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഇനി എന്താ, ബോട്ട്സ് ഓർ സോംബീസ്. ഈ ഒരു രീതിയിൽ ഈ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാൽവെയർ അറ്റാക്ക് കിട്ടിയേക്കുന്ന ഡിവൈസുകളാണ്, അല്ലെങ്കിൽ അത് ഇൻഫെക്റ്റ് ആയിട്ടുള്ള ഡിവൈസുകളെയാണ് എന്ത് പറയുന്നത്, ബോട്ട് ഓർ സോംബീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഡിവൈസ് ഉണ്ട്, ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഇതിനകത്ത് മാൽവെയർ വന്നോ ഇല്ലെന്ന് പെട്ടെന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ മാൽവെയർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസിനെ പറയുന്നതാണ് എന്ത്, ബോട്ട് അല്ലെങ്കിൽ സോംബീസ് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഒരു ഡിവൈസിനെ പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളെ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ ഡിവൈസ് ഇവർ ഈ രീതിയിൽ മാൽവെയർ സെറ്റ് ചെയ്തു. അപ്പം ആ ഗ്രൂപ്പില്ലേ, ആ ഒരു നെറ്റ്വർക്ക് ഇല്ലേ, ആ ഒരു നെറ്റ്വർക്കിനെ പറയുന്നതാണ് ബോട്ട് നെറ്റ്സ് എന്നുള്ളത്. ഇതെല്ലാം ഈ ഡിവൈസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണോ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അവരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. സോ നമ്മളെ ഡിവൈസസ് യൂസ് ചെയ്ത് ഇവർക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ ഡിവൈസിന്റെ കൺട്രോൾ ഇവർക്ക് കിട്ടും. ഓക്കെ അല്ലേ? ആ രീതിയിൽ അറ്റാക്ക് നടത്തുന്നതിനാണ് എന്ത്, മാൽവെയർ എന്ന് പറയുന്നത്. അപ്പം ബോട്ട്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ബോട്ട് നെറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി
ഞാൻ പറഞ്ഞതുപോലെ റൂട്ട് കിറ്റ്സ്, അതായത് നമ്മളെ സിസ്റ്റത്തിനുള്ളിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, മലീഷ്യസ് വെച്ചിട്ട് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതിനെ ഹൈഡ് ചെയ്ത് വെക്കുക നമ്മൾ അറിയാതെ. എന്നിട്ട് എന്ത് ചെയ്യും, ആക്സസ് നടത്തും. നമ്മളെ ഡിറ്റക്ഷൻ, നമ്മൾ അറിയാതെ ഇവരെ ആക്സസ് നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, റൂട്ട് കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, സ്പൈവെയർ എന്താന്ന് പഠിച്ചു, നമ്മളെ ഡേറ്റാസ് അടിച്ചുകൊണ്ട് പോകാം നമ്മൾ പോലും അറിയാതെ. ഈ അറിയാതെ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, റൂട്ട് കിറ്റ്. ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ് റൂട്ട് കിറ്റ് എന്ന് പറഞ്ഞത്. അതേപോലെ ഇൻഫെക്റ്റ് ആയിട്ടുള്ള ഡിവൈസിനെയാണ് ബോട്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു നെറ്റ്വർക്കിനെയാണ് ബോട്ട് നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോകാം, റാൻസം വെയർ. ഇതെന്ന് പറഞ്ഞാൽ ഒരു മാൽവെയറിന്റെ ഒരു ടൈപ്പാണ്, ഡേഞ്ചറസ് ടൈപ്പ് ഓഫ് മാൽവെയർ ദാറ്റ് എൻക്രിപ്റ്റ്സ് കമ്പനീസ് ഡേറ്റ. നമ്മളുടെ കമ്പനിയിൽ കുറേ ഡേറ്റാസ് ഉണ്ട്, ഡേറ്റാബേസിൽ കിടക്കുന്ന ഡേറ്റാസ് ഉണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് ഇവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ എൻക്രിപ്റ്റ് ചെയ്ത് വെക്കും. നിങ്ങളിപ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, എൻക്രിപ്ഷൻ നമ്മൾ പഠിക്കും, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ലോക്ക് ചെയ്ത് വെക്കും. ഈ ഡേറ്റ നമുക്ക് കാണാനും പറ്റില്ല, ആക്സസ് ചെയ്യാനും പറ്റില്ല, ഒന്നും പറ്റില്ല. പക്ഷെ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും. ചിലപ്പോൾ നമ്മളെ പാസ്വേഡ്സ് ആയിരിക്കും, ഓക്കെ, നമ്മളെ ബാങ്കിങ് ഡീറ്റെയിൽസ് ആയിരിക്കും. ഇതേപോലെയുള്ള ഡേറ്റാസ് എല്ലാം വന്നെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കും. ഇവർക്ക് എന്തിനാണ് ലോക്ക് ചെയ്ത് വെക്കുന്നത്, നമ്മൾ ഉപയോഗിക്കാതിരിക്കാനാണ്. അതേപോലെ എന്ത് ചെയ്യും, ഇവരിത് അൺലോക്ക് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ, അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇവർക്ക് എന്ത് വേണം, പൈസ കൊടുക്കണം. ഓക്കെ, പേയ്മെന്റ്സ് നടത്തണം. ഇവരെന്ത് ചെയ്യും, ഡിമാൻഡ്സ് ചെയ്യും. എന്താ പേയ്മെന്റ് കാര്യങ്ങൾ. പേയ്മെന്റ് ക്യാഷ് ആയിട്ടൊന്നും ആവില്ല, ക്രിപ്റ്റോ കറൻസി ആയിട്ടൊക്കെ ആയിരിക്കും നോർമലി വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ക്രിപ്റ്റോയെ കുറിച്ച് പഠിക്കും. അപ്പോൾ ആ ടൈമിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പം നമ്മളെ ഡേറ്റാസിനെ ലോക്ക് ചെയ്ത് വെക്കും. അവർക്ക് പേയ്മെന്റ് ആവശ്യപ്പെടും, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യും പൈസയ്ക്ക് വേണ്ടിയിട്ട്. പൈസ കൊടുത്താൽ മാത്രമേ ഇവർ ഡീക്രിപ്റ്റ് ചെയ്ത് തരും. നമ്മൾ ഇനി ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പം നമ്മൾ വിചാരിക്കും പോട്ടാ നമ്മളെ ബാക്കപ്പ് എടുക്കാമെന്ന്. പക്ഷേ ഇവർക്കിവിടെ ബാക്കപ്പും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻഫെക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവരുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബാക്കപ്പ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് പിന്നെ ബാക്കപ്പ് പറ്റില്ല, അപ്പോൾ മൊത്തത്തിൽ പോകും. അപ്പോൾ പൈസ കൊടുക്കാതെ വേറെ വഴിയില്ലാത്ത രീതിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരുന്ന അറ്റാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻസം വെയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. നമുക്ക് കാരണം ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി 0 ഡേ എക്സ്പ്ലോയിറ്റ് ഒന്നുമില്ല. an attacker take advantage of a software vulnerability that is not yet known. അതായത് നമ്മളെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മളെ സോഫ്റ്റ്വെയറിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. ഓക്കെ, ലൂപ്പ് ഹോൾ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ ഇത് മൈക്രോസോഫ്റ്റിന് അറിയില്ല. മൈക്രോസോഫ്റ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, അവർ അറിഞ്ഞിട്ടില്ല. അതിന് മുമ്പ് ഈ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഹാക്കേഴ്സ് അല്ലെങ്കിൽ അറ്റാക്കേഴ്സ് നമ്മുടെ ഡിവൈസിലേക്ക് എൻട്രി ചെയ്യും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടിമാർ ഒപ്പിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, 0 ഡേ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, since no fix exists, attackers can exploit many system before the patch is released. ഇതിനുള്ള പാച്ചസ് അല്ലെങ്കിൽ ഇത് റെഡിയാക്കാനുള്ള അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ് ഇവർ പണി ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇവരെന്താണ് അവിടെ ചെയ്യേണ്ട അറ്റാക്ക്, ആ കാര്യങ്ങൾ ഇവരിവിടെ പ്രോപ്പർലി ചെയ്യും. ഓക്കെ അല്ലേ? ഇനി എന്താണ്, എന്തെങ്കിലും അറ്റാക്സ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വന്നാൽ പ്രോപ്പർലി അവൈലബിൾ ആവുമ്പോൾ തന്നെ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക. അതൊക്കെയാണ് ഇതിനെതിരെയുള്ള കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നത്. ഇനി വരുന്നത് പേപ്പർ ക്ലിക്ക് അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, നമ്മൾ എന്ത് ചെയ്യും, ഓൺലൈനിലും മറ്റുമൊക്കെ ആഡ് കാര്യങ്ങളൊക്കെ, അഡ്വർടൈസിങ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യും. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു 10K ആഡിനായിട്ട് മെറ്റയിലേക്ക് പൈസ ഇട്ടു. മെറ്റ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫേസ്ബുക്ക് ഹാൻഡിലൊക്കെ ചെയ്യുന്ന, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയാണ്, നമ്മൾ സക്കർബർഗിൻ്റെ കമ്പനിയാണ് മെറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെറ്റയിലേക്ക് 10K പൈസ ഇടും. ഓക്കെ, ഒരാൾ വന്നിട്ട് ഈ ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും പൈസ ഇവർ കട്ട് ചെയ്യും, ഒരു 200 രൂപ കട്ട് ചെയ്യും. അപ്പം നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, അറിഞ്ഞുകൊണ്ട് വേറെ ആളുകളെ വെച്ചിട്ട് ഈ ആഡിൽ ക്ലിക്ക് ചെയ്യിക്കും. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ, നമ്മൾ അഡ്വർടൈസിങ് കോസ്റ്റ് ആയിട്ട് അവിടെ ഇട്ടേക്കുന്നതിനകത്ത് പൈസ ഇങ്ങനെ കുറയാൻ തുടങ്ങും. നമ്മൾ ഈ അഡ്വർടൈസിങ് ടാർഗറ്റ് ചെയ്യുന്ന ആരെയാണ്, പാസ്റ്ററാണ്, CMA സ്റ്റുഡൻസിനെയാണ്. ഇവിടെ വേറെ ആളുകൾ കോമ്പറ്റീറ്റേഴ്സ് വന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ, ഇല്ല. നമ്മളെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ആഡ് എത്തില്ല, നമുക്ക് കോസ്റ്റും വരും. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പേപ്പർ ക്ലിക്ക് അബ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ഓൺലൈനിലും മറ്റുമൊക്കെ അഡ്വർടൈസ് ചെയ്യുന്നതിനകത്ത് കോസ്റ്റ് കൂട്ടുക, അതേപോലെ നമ്മളെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ആഡ് എത്താതിരിക്കുക, ആ രീതിയിലേക്കൊക്കെ. കാരണം ഈ പൈസ തീർന്നു പോയാൽ, ഈ 10K തീർന്നു പോയി കഴിഞ്ഞാൽ ആഡ് സ്റ്റോപ്പ് ആവും, വീണ്ടും പൈസ ഇടേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേപ്പർ ക്ലിക്ക് അബ്യൂസ് എന്ന് പറയുന്നത്. ഒരു ക്ലിക്ക് നടത്തി അബ്യൂസ് നടത്തുക, പേരിൽ തന്നെ ഉണ്ട്. ഇനി എന്താ, ലോജിക് ബോംബ് ഒന്നുമില്ല, ഇതും ഒരു ഹിഡൻ മലീഷ്യസ് കോഡാണ്. നമ്മളെ സിസ്റ്റത്തിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ സിസ്റ്റത്തിനകത്തേക്ക് ഈ ഒരു ലോജിക് ബോംബ് ഇട്ടു.
എന്നാണോ ഈ എംപ്ലോയി ലീവ് ആകുന്ന ദിവസം ആ ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്തേക്കുക, അന്ന് എന്ത് വേണം, ആ ഒരു സിസ്റ്റം അറ്റാക്ക് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും കോഡ് ചെയ്തേക്കുക. അപ്പം എംപ്ലോയി ലീവ് ആവുന്ന നോക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഡേ ആ ഒരു എംപ്ലോയി ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇവർക്ക് പതിയെ സാവധാനം അറ്റാക്ക് നടത്താം. ഇതേപോലെ എന്തെങ്കിലും കണ്ടീഷൻ വെക്കുക, അല്ലെങ്കിൽ മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന രീതിക്ക് അറ്റാക്ക് ചെയ്യുക എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ, അതായത് സിസ്റ്റത്തിലേക്ക് കയറി അപ്പോൾ തന്നെ അറ്റാക്ക് ചെയ്യില്ല, ഒരു കണ്ടീഷൻ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലോജിക് ബോംബ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതെല്ലാം എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, കോഡിംഗ് ആണ്, മലീഷ്യസ് കോഡ് കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ടാമ്പറിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ സിസ്റ്റത്തിനകത്തേക്ക് കയറിയത് നമ്മളെ ഡേറ്റാസ് എടുത്തിട്ട് എന്ത് ചെയ്യും, അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻസ് വരുത്തി. നമ്മളെ കയ്യിലിരിക്കുന്ന ഡേറ്റ ഈ രീതിയിലിരുന്ന ഡേറ്റ ആയിരുന്നു, ഇതിനെ എടുത്ത് ഇവന്മാർ മാറ്റി കുറേയൊക്കെ അലമ്പാക്കി നമുക്ക് വേണ്ടാത്തൊരു ഫോർമാറ്റിലേക്ക് ആക്കി വെക്കും, നമുക്ക് യൂസ് ഇല്ലാത്ത രീതിയിലേക്കൊക്കെ ആക്കി വെക്കും. അതേപോലെ നമ്മളെ പ്രോഗ്രാംസിൽ മാറ്റം വരാം, നമ്മളെ സിസ്റ്റം സെറ്റിംഗ്സിൽ മാറ്റം വരാം, അല്ലെങ്കിൽ ഇതൊക്കെ ഡാമേജ് ആക്കാം, നമ്മളെ ഡേറ്റാസിലും മറ്റുമൊക്കെ കയറിയിട്ട് അലമ്പുണ്ടാക്കും. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് എന്ത് പറയുന്നത്, ടാമ്പറിങ് എന്ന് പറയുന്നത്. ഇനി എന്താ, കോപ്പി റൈറ്റ് ഇൻഫ്രിങ്മെന്റ്. ഒന്നുമില്ല, നിങ്ങളിപ്പോൾ ഒരു സിനിമ എടുത്താൽ അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും, കോപ്പിറൈറ്റ് കിട്ടും, കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇത് നിങ്ങളുടെ ഇതാണ്, നിങ്ങൾക്കാണ് ഇതിന്റെ അവകാശമുള്ളത്, ഇത് സെയിൽ ചെയ്യാനായിക്കോട്ടെ എല്ലാം നിങ്ങൾക്കാണ് റൈറ്റ് ഉള്ളത്. ഇത് വേറെ ഒരാൾ അടിച്ചു മാറ്റിയാൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സിനിമാസ് ഒക്കെ അടിച്ചു മാറ്റില്ലേ, അല്ലെങ്കിൽ കഥ അടിച്ചു മാറ്റില്ലേ, ബുക്ക് വെച്ചിട്ട് നമ്മൾ അടിച്ചു മാറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് കോപ്പിറൈറ്റ് ഇൻഫ്രിങ്മെന്റ് എന്ന് പറയുന്നത്. ഇതെന്താ, സിസ്റ്റമാറ്റിക്കലി അല്ലെങ്കിൽ നമ്മളെ സൈബർ ഇതിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും, നമ്മളെ സൈബറിലുള്ള ബുക്സ് ആയിക്കോട്ടെ, മൂവീസ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് കോപ്പിറൈറ്റ് ഇൻഫ്രിങ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താ, ഫിഷിങ് എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുക എന്നേരം കരുതരുത്, ഇത് ഫിഷിംഗ് ആണ്, PHI, വേറെ ഒന്നുമില്ല. ഇതും ഒരു സൈബർ സ്കാം ആണ്. ഇവരെന്ത് ചെയ്യും, നമുക്ക് ഫേക്ക് ഇമെയിലോ മെസ്സേജസോ കാര്യങ്ങളോ ഒക്കെ അയക്കും. കാണുമ്പോഴോ നല്ല ബാങ്കിൽ നിന്നും, നമ്മളെ ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ IMAയിൽ നിന്ന് വരുന്നു, അതേപോലെ നമുക്ക് ട്രസ്റ്റഡ് സോഴ്സിൽ നിന്നായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ മെയിൽ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തേക്ക് അങ്ങ് പോയി ക്ലിക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ പാസ്വേഡ്, നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവർക്കും കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്യുന്നത് ഇമെയിൽ ത്രൂവും മറ്റും ട്രസ്റ്റഡ് സോഴ്സസ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യിച്ച് അതിലൂടെ അറ്റാക്ക് നടത്തുന്നതിനാണ് എന്ത് പറയുന്നത്, ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് ഒരു കോമൺ ഫോമാണ് പുഷ് പേയ്മെന്റ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഇതേപോലെ തന്നെ ബാങ്ക് പോലത്തെ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യും, ഇതേപോലെ ഇമെയിൽ ത്രൂ മറ്റുമൊക്കെ കോൺടാക്ട് ചെയ്യും. നമ്മളെ ബാങ്കിന്റെ OTP അത്യാവശ്യമാണ്, ബാങ്കിൽ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയും. നമ്മൾ എന്ത് ചെയ്യും, OTP അയച്ചു കൊടുക്കും, പോയി ബാങ്കിലെ പൈസ പോയി. അപ്പോൾ ആ രീതിയിൽ അറ്റാക്ക് നടന്നതിനാണ് എന്ത് പറയുന്നത്, ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും മെയിൻ ഇതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് അവയർനെസ് ആണ്. ഇതേപോലത്തെ കാര്യങ്ങൾ തൊടായിരിക്കും. ഇപ്പം കേരള പോലീസും ബാക്കിയുള്ളവരെല്ലാം പറയും OTP ഷെയർ ചെയ്യല്, ബാങ്കിൽ നിന്ന് നമുക്ക് മെസ്സേജ് വരും OTP ഷെയർ ചെയ്യൽ, അത് ആ ഒരു അവയർനെസ് ആണ് ഏറ്റവും മെയിൻ. പിന്നെ അൺനോൺ ലിങ്കിൽ കാര്യങ്ങളൊന്നും നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. നമുക്ക് വരുന്ന ഓരോ മെയിലിനെ സെൻഡർ നോക്കുക, ആരാണ് അയച്ചേക്കുന്നത്, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും ഇതേപോലത്തെ മെയിൽ കാര്യങ്ങളിൽ. ഓക്കെ, നമുക്കൊരു 2 ടൈപ്പ് കൂടെ ഉണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഇതെന്ന് പറഞ്ഞാൽ ഒരു നോൺ ടെക്നിക്കൽ അറ്റാക്ക് ആണ്. ഇവരിവിടെ ടെക്നോളജി ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഇവർ നമ്മളെ ചിലപ്പോൾ വിളിക്കും, കോൾ ചെയ്യും, നമുക്ക് ആരായിട്ട് ഫീൽ ചെയ്യും, ട്രസ്റ്റഡ് പേഴ്സൺ ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ ഇന്നതിൻ്റെ സർവീസ് സെന്ററിൽ നിന്നാണ്, നിങ്ങൾക്കൊരു OTP വന്നിട്ടുണ്ടോ, ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യും. ടെക്നോളജി ഒന്നും അല്ല ഇവരുടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ അത് വിശ്വസിക്കും, ഓ കറക്റ്റ് ആണല്ലോ, ഇന്നതുപോലെ ആണല്ലോ എന്ന് വിശ്വസിച്ച് നമ്മളത് ഷെയർ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രിക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് അടിച്ചു മാറ്റുന്നവരെയാണ് എന്ത് പറയുന്നത്, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡംസ്റ്റർ ഡൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഡംപ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ വേസ്റ്റ് ബിന്നിൽ പോയി തപ്പുക. ഒന്നുമില്ല, നമ്മളെ സിസ്റ്റത്തിലെ വേസ്റ്റ് ബിൻ എവിടെയാണ് വരുന്നത്, അതിലേക്ക് പോയി തപ്പുക. കാരണം നമ്മളെ ട്രാഷ്, നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എവിടെ കൊണ്ടിടും, ഈ ട്രാഷിൽ കൊണ്ടിടും. ഇത് വേണ്ടാത്തതായതുകൊണ്ടല്ല, നമുക്ക് യൂസ് കഴിഞ്ഞതുകൊണ്ടായിരിക്കും. ഈ ട്രാഷിൽ ചിലപ്പോൾ നമ്മളെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളെ ഡോക്യുമെന്റ്സ്, നമ്മളെ പ്രിന്റ് ഔട്ട്, നോട്ട്, ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിലേക്ക് വന്ന് ഇവരൊന്ന് തപ്പി നോക്കും. ചിലപ്പോൾ അതിനകത്തുനിന്ന് ഇവർക്ക് നമ്മളെ സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഡംസ്റ്റർ ഡൈവിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ, നമ്മളെ മെയിൻ ഡോക്യുമെന്റ്സ് ആയാലും ബാക്കി കാര്യങ്ങളൊക്കെ ആയാലും ഡിസ്പോസ് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ ശ്രദ്ധിക്കുക, സെക്യൂർ ആക്കുക. ഇതേപോലത്തെ ഒരു ലൂപ്പ് ഹോൾ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മളെ പാസ്വേഡ് ഒക്കെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്തുണ്ടാവുക. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് സിസ്റ്റത്തിൽ കയറാൻ എന്താ പാടുള്ളത്, സിമ്പിളായിട്ട് കയറാനായിട്ട് പറ്റും. അപ്പം ഇതൊക്കെയാണ്, ഇത്രയും ടൈപ്സ് ആണ് നമുക്ക് കോമൺലി പഠിക്കാനുള്ള എന്ത്, സൈബർ അറ്റാക്സ് എന്നുള്ളത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഈ സൈബർ അറ്റാക്സിനെയൊക്കെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം, ഇതിന്റെ ഒപ്പോസിഷൻ എന്താണ്, ആ രീതിക്ക് നമുക്ക് കുറച്ച് ഡിഫെൻസസ് പഠിക്കാനുണ്ട്. നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക് യു ഓൾ.